ഇന്നത്തെ വീഡിയോ ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലാന്റ്സ് എങ്ങനെ റീപോർട്ട് ചെയ്യുന്നു അതാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പോട്ടി മിക്സ് അതിനെക്കുറിച്ച് റിലേറ്റ് ചെയ്ത ഒരു ചെറിയൊരു കണ്ടൻറ്റ്. സാധാരണ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം നേഴ്സറി പോയി വാങ്ങിച്ച പൊട്ടി മിക്സ്. ഇത് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യാണ്. നമുക്ക് ഓരോ തവണ പോകുമ്പോൾ ഓരോ പൊട്ടി മിക്സാണ് കിട്ടുന്നത്. കാരണം അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏതാണോ അതങ്ങ് വാങ്ങിക്കുക, അത്രയേ ഉള്ളൂ നമുക്കിവിടെ ഓപ്ഷൻ. അല്ലാതെ നമുക്ക് ഇന്നത് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ പറ്റിയില്ല. അവിടെ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് വാങ്ങിച്ചു. ഇതിന് pH അതിൽ എഴുതിയിട്ടുണ്ട്. കൂടുതൽ നമ്മൾ യൂസ് ചെയ്യേണ്ട pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.8 ആണ്. 7 ആയിട്ടൊക്കെ അടുപ്പിച്ച് വരുന്നത്. ന്യൂട്രലായിട്ട് വേണം. ഒത്തിരി അസിഡിക്ക് ഒത്തിരി ആൽക്കലൈൻ ആയിട്ടുള്ളത് നമുക്ക് പ്ലാന്റ്സിന് നല്ലതല്ല. എപ്പോഴും ന്യൂട്രലാണ് നല്ലത്. പിന്നെ ഇതിനകത്ത് ഓർഗാനിക് മാറ്റർ 90% ഉണ്ട്, മോയ്സ്ചർ ഉണ്ട്, NaCl, സോഡിയം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊക്കെ നോക്കിയാൽ മതി അതൊക്കെ ഉണ്ടോ എന്ന്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് നോക്കുമ്പോൾ പെർലൈറ്റ് ഒന്നുമില്ല, ചകിരിച്ചോറ് മാത്രമാണ് ഉള്ളത്. ചില പോട്ടി മിക്സ് നോക്കുമ്പോൾ അതിനകത്ത് പെർലൈറ്റ് ഒക്കെ കാണും. നമുക്ക് അതുകൊണ്ട് എക്സ്ട്രാ പെർലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ പെർലൈറ്റ് ഒക്കെ ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പോട്ടി മിക്സ് ഒന്ന് ലൂസായി കിട്ടാനും പിന്നെ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് കൂട്ടാനും. എന്നാൽ കുറേ കഴിയുമ്പോൾ പോട്ടി മിക്സ് എന്താ പറയുക ഭയങ്കരമായിട്ട് കട്ട പിടിച്ചിരിക്കും. അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പെർലൈറ്റൊക്കെ ആഡ് ചെയ്യുന്നത്. ഈ മാറ്റ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. നാട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ച് കൊണ്ടുവന്നതാണ്. നമുക്ക് ഇവിടെ സ്പേസ് ഒന്നും ഇല്ലല്ലോ റീപോർട്ട് ചെയ്യാനും പുറത്തൊക്കെ. അപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു മാറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ റീപോർട്ടൊക്കെ ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. പിന്നെ ഇതങ്ങ് റീപോർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് മണ്ണൊക്കെ വീഴുമ്പോൾ ഇതങ്ങ് ക്ലീൻ ചെയ്താൽ മതി. ഇതങ്ങ് കഴുകി അങ്ങ് മടക്കി വെക്കാം. അങ്ങനെ ഒരു ഉപകാരമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചു വന്നത്. ഇവിടെയും കിട്ടും. എനിക്ക് ഈ നാട്ടിലേക്കാളും ഇവിടുത്തെ ആമസോൺ പ്രോഡക്ട്സ് കുറച്ച് പ്രൈസിയല്ലേ, അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാത്തൊരു പോട്ടാണ്. അപ്പോൾ അതിൽ നമുക്കിങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഹോൾ ഇടാതെ ഒരിക്കലും ഒരു പ്ലാന്റ് വെക്കരുത്. അത് പിന്നെ എല്ലാവർക്കും അറിയാം. പ്ലാന്റ് വെള്ളം ഒഴിച്ച് അതങ്ങ് ചീത്തയായി പോകും. ഇപ്പം ഞാൻ ദേ ഹോൾ ഇട്ടിട്ടുണ്ട്. മണ്ണൊക്കെ വന്ന് വേരിറങ്ങി അത് ജാം ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു പേപ്പർ വെക്കാം. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഓടിൻ്റെ കഷ്ണമോ കല്ലിൻ്റെ കഷ്ണമൊക്കെയാണ് വെക്കുന്നത്. പക്ഷെ നമുക്കിവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പേപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പം വേസ്റ്റ് പേപ്പറൊന്നും ഇല്ല, അതുകൊണ്ട് ഞാനത് ഈ ടിഷ്യൂ പേപ്പറാണ് വെക്കുന്നത്. ഈ ഹോളയിൽ അങ്ങ് വെച്ചാൽ മതി, ജസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ. എന്നിട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അത് നന്നായിട്ട് കവറായിട്ടുണ്ട്. 2 ഹോളും കവറായിട്ടുണ്ട്. ഇത് വന്നിട്ട് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു മുല്ലയാണ്. ഇത് സിംഗിൾ പെറ്റലല്ല, ഡബിൾ പെറ്റലാണ്. സമ്മറിലൊക്കെ അത്യാവശ്യം സർവേ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. ഒരു പ്ലാന്റ് റീപോർട്ട് ചെയ്യുന്ന മുമ്പ് വാട്ടർ ചെയ്യരുത്. വാട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലാന്റ് അതിൽ നിന്ന് എടുക്കുമ്പം അതിൻ്റെ മണ്ണൊക്കെ അങ്ങ് പോകും. അപ്പോൾ അത് ചിലപ്പോൾ അതൊരു എന്താ പറയുക പ്ലാന്റ് നശിച്ചു പോകാനൊരു കാരണമാണ്. ചില സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്, ചില പ്ലാന്റ് കുഴപ്പമൊന്നുമില്ല, മണ്ണില്ലേലും പുതിയ സോയിലോട്ട് വെച്ച് അവരങ്ങ് പെട്ടെന്ന് അങ്ങ് വളർന്നോളും. ചിലത് പോകും. പിന്നെ ഇത് എന്താ പറയുക സമ്മറിൽ ഇത് അത്യാവശ്യം നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. 2 നേരം നന്നായിട്ട് നനയ്ക്കണം. അതായത് ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ നല്ല ചൂടല്ലേ, അന്നേരം നന്നായിട്ട് നമ്മൾ വാട്ടർ ചെയ്യണം. പിന്നെ നന്നായിട്ട് വെയിലടിക്കുന്ന ഒരു സ്പോട്ടിലാണെങ്കിൽ ഇപ്പോൾ ഇലയൊക്കെ കരിവാളിച്ച് വരുവാണ്, നമ്മൾ ഇടയ്ക്ക് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ലീവ്സിൽ. അപ്പം സൺബേൺ ഒക്കെ കുറച്ച് കുറയ്ക്കാൻ പറ്റും. അപ്പം നമുക്കിതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്ത് നോക്കാം. ഞാൻ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും, ഇനിയിപ്പോൾ ഒന്നുമില്ല. ഇത് നല്ല സേഫായിട്ട് ഈ പോട്ടിൽ നിന്ന് എടുക്കണം, അധികം വേറൊന്നും പോകാതെ. റൂട്ട്സ് ഒന്നും പോകാതെ പതുക്കെ വലിച്ചെടുത്താൽ മതി. ഇത് അത്യാവശ്യം നന്നായിട്ട് റൂട്ട് ഫോം ചെയ്തതായതുകൊണ്ട് കുഴപ്പമില്ല.
ഞാൻ ഇതിൻ്റെ കുറച്ച് എന്തായാലും ഈ പൊട്ടി മിക്സ് കുറച്ച് നാളായി എന്തായാലും, അതുകൊണ്ട് ഞാൻ കുറച്ച് ഈ പൊട്ടി മിക്സ് കളയും. ഒത്തിരി പേരിളക്കുകയില്ല, പതുക്കെ ഇങ്ങനെ കുറച്ച് ഞാൻ കളയും, എന്നിട്ട് പുതിയ സോയിൽ ഇടുക ചെയ്യുന്നത്. ഞാൻ പിന്നെ ഈ സോയിൽ അധികം യൂസ് ചെയ്യാറില്ല, കാരണം പ്രത്യേകിച്ച് ഇതിന് ഇനി വലിയ ഗുണമൊന്നും കാണത്തില്ല, അതുകൊണ്ട് ഞാനങ്ങ് കളയും. നമ്മളിത് റീയൂസ് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഡോളോമൈറ്റൊക്കെ കിട്ടുമ്പം നമുക്ക് അത് ഇതിലിട്ട് വെക്കുവാണെങ്കിൽ ഈ സോയിൽ പഴയപോലെ, അതായത് ന്യൂട്രലായിട്ട് കിട്ടും. വളമൊന്നും കാണത്തില്ല, വളം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം, പക്ഷേ നമുക്ക് ആ സോയിൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ പിന്നെ ഡോളോമൈറ്റ് കുമ്മായി ഒന്നും കിട്ടിയല്ലോ, കിട്ടുമായിരുന്നേ നമുക്കത് ഇട്ട് വെച്ചിട്ട് ഈ സോയിൽ റീയൂസ് ചെയ്യാം. ഞാൻ കുറച്ച് എന്തായാലും കളയുന്നുണ്ട്. ഇത് പൊട്ടിയ സമയത്ത് ചില ജീവികളൊക്കെ കാണും, ചിലപ്പോൾ ഒച്ചയൊക്കെ കാണും, അതൊക്കെ കളയാം. പിന്നെ ജീവികൾ എന്തായാലും കാണും ഈ സോയിലിനകത്ത്, അതെന്തായാലും നമുക്ക് അതിനൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ ഒരു പരിധി വരെ നീം ഓയിൽ, ഫംഗിസൈഡൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയൊക്കെ നമുക്ക് കുറച്ചൊക്കെ തടയാൻ പറ്റും. പിന്നെ അതൊന്നും നമുക്ക് അത്ര വലിയ ഹാംഫുൾ ഒന്നുമല്ല, അതുകൊണ്ട് അത് അധികം വറി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. എനിക്ക് ഒരുപാട് മെസ്സേജ് വരും, പ്രാണികളെ സോയിലിനകത്ത് കണ്ടു, നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കുറച്ച് നീം ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിത് ഈ പോട്ടിലോട്ട് വെക്കുകയാണ്. പോട്ടേന്ന് മുൻപ് കുറച്ച് സോയിലിടണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ പെർലൈറ്റ് ഇല്ല, അല്ല ഞാൻ പെർലൈറ്റും കൂടെ മിക്സ് ചെയ്ത് ഇടുകയുള്ളായിരുന്നു. നിങ്ങളുടെ പെർലൈറ്റ് ഉണ്ടെങ്കിൽ ഈ പോട്ടി മിക്സിൻ്റെ കൂടെ പെർലൈറ്റ് ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഇടാം. എന്താ പറയുക, കുറച്ചിട്ടാൽ മതി, ഒരു കൈപ്പിടിയോളം ഇട്ടാൽ മതി പെർലൈറ്റ്, അത് നല്ലതായിരിക്കും. ഇൻ കേസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബട്ട് സ്റ്റിൽ പെർലൈറ്റ് ഉള്ളത് നല്ലതാണ്. ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ് വെച്ച് കൊടുക്കാം. ഞാൻ അത്യാവശ്യം നന്ന് താത്ത വെച്ചേക്കുന്നത്, കാരണം ഇവിടെ ബാൽക്കണിയിൽ അധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനേക്കാളും വലിയ പോട്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ല. ഈ മുല്ല അത്യാവശ്യം വളരുന്ന ഒരു പ്ലാന്റ് ആണ്, അപ്പം വലിയ പോട്ടാണ് പ്രിഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതേ ഉള്ളൂ ഇവിടെ എൻ്റെ കയ്യിലിപ്പം മാക്സിമം സൈസുള്ള പോട്ട് ഇതേ ഉള്ളൂ. ബാക്കി പൊട്ടി മിക്സും കൂടെ ആഡ് ചെയ്യണം. നമ്മൾ ഈ പ്ലാന്റ് ആദ്യം വെക്കുമ്പോൾ എല്ലാം കൂടെ കുത്തി നിറച്ച് വെക്കേണ്ട കാര്യമല്ല, ഇതിൻ്റെ ഓരോ ഗ്രോത്തിനനുസരിച്ച് വളരുന്നതനുസരിച്ച് പോട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇൻ കേസ് നമുക്ക് കിച്ചൺ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ട് ഇതിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പോട്ട് നിറച്ച് മണ്ണിട്ട് വെക്കുവാണ്, നമുക്ക് അധികം ഒന്നും പിന്നെ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുകയില്ല ഇതിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ച്. നമ്മളെപ്പോഴും അങ്ങനെ നോക്കാം. പിന്നെ വെള്ളം ഒഴിക്കുമ്പം നിറയെ പോട്ടി മിക്സ് ആണെങ്കിൽ ആ വെള്ളം അങ്ങ് തുളുമ്പി പോവുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കുറച്ച് പോട്ടി മിക്സ് ഇടുക. പ്ലാന്റ് വളരുന്നതനുസരിച്ച് ന്യൂ പോട്ടിംഗ് സോയിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആദ്യമൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചട്ടി മാറ്റാനും വലിയ പാടുണ്ടാക്കില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഫെർട്ടിലൈസർ കാണിച്ചിരുന്നു. ഇത് ഫ്ലവറിനുള്ള സ്പെഷ്യൽ ഗ്രാന്യൂൾസ് ആണ്, എക്കോഫേർട്ടിൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ വേറെ NPK ആണെങ്കിലും നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച്, അധികമല്ല, വളരെ കുറച്ച് മാത്രം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലത്തെ ട്രേയും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം എല്ലായിടും ആകത്തുമില്ല, ഇതിലിരിക്കുകയും ചെയ്യും. എക്സസ് ആയിട്ടുള്ള വെള്ളം ഇതിൽ ഇരിക്കുകയും ചെയ്യും ഒരു ദിവസം. അപ്പോൾ നമുക്ക് ഈ ട്രേയിൽ വെള്ളം ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ വെള്ളം ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ ഇത് റൂട്ട് അഴുക്കാവാൻ ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം, അത് മറക്കരുത്. കാരണം നമ്മൾ മുൻപും വെള്ളം ആഡ് ചെയ്തിട്ടില്ല, പിന്നെ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു അറ്റ്മോസ്ഫിയർ ഇല്ല, അപ്പോൾ നമ്മൾ വെള്ളം കൂടെ ഒഴിക്കാൻ സ്കിപ്പ് ചെയ്തില്ല. അതെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മൾ എത്ര എന്താ പറയുക നന്നായിട്ട് റിപ്പോർട്ട് ചെയ്തു, എല്ലാം കറക്റ്റായിട്ട് വെച്ചു, എന്നാൽ പോലും നമ്മൾ ഒരു മാസം കഴിയുമ്പം എന്താ പറയുക എന്തെങ്കിലും ഫെർട്ടിലൈസർ, ഫ്ലവറിങ്ങിനാണെങ്കിൽ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെങ്കിൽ അതിന് പറ്റിയ ഫെർട്ടിലൈസർ കൊടുക്കണം. അല്ലാതെ ഇത് ഫ്ലവർ ചെയ്യുമെന്ന് പറഞ്ഞ് അല്ലാതെ
ഇത് തന്നെ ഒന്നും ഫ്ലവർ ചെയ്യത്തില്ല. നമ്മൾ ഫെർട്ടിലൈസർ എന്തെങ്കിലും ആഡ് ചെയ്താലേ വളർച്ചയ്ക്കാണേലും പൂക്കാനാണേലും അത് സഹായിക്കുള്ളൂ. ഇനിയിപ്പോൾ ഞാനിതെടുത്ത് ബാൽക്കണിലോട്ട് വെക്കും. ഇവിടെ ഇപ്പം അത്യാവശ്യം ഇപ്പോൾ വെയിൽ കൂടി വരുന്നതല്ലേ ഉള്ളൂ, വലിയ കുഴപ്പമൊന്നും കാണത്തില്ല. ഇനിയിപ്പോൾ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് കുറച്ച് പാട് വരുന്നത്. അന്നേരം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, വലിയ കാര്യങ്ങളൊന്നുമില്ല. വാട്ടറിങ് മസ്റ്റാണ്, പിന്നെ കുറച്ച് ഫെർട്ടിലൈസർ ചെയ്യും. ആ സമയത്ത് ഞാൻ ഒത്തിരി ഫെർട്ടിലൈസ് ചെയ്യത്തില്ല, കാരണം ചൂടും കൂടെ ആകുമ്പോൾ എല്ലാം കൂടെ ഒരു പ്ലാന്റ്സിന് ഭയങ്കര ഒരു ഷോക്ക് വരും. അപ്പം അന്നേരം ഞാൻ എല്ലാം മിതമായ രീതിയിൽ ചെയ്യാറുള്ളൂ, കാരണം ആ ഒരു സമയം കടന്ന് കിട്ടുക എന്നാണ് ഒരു വലിയൊരു ടാസ്ക്. ഈ പ്രാവശ്യം നല്ല ചൂടായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം മഴയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും, പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്ത മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കമൻസിൽ ഒന്ന് പറയണേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.